ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ഓങ്ങല്ലൂർ സായംപ്രഭ ഹോമിൽ വെച്ച് നടന്ന പരിപാടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തുപ്പലുകളിലും മറ്റും എന്തുണ്ടാവും, നമ്മൾ സംസാരിക്കുമ്പോൾ കുറേശ്ശെ തുപ്പല് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷത്തിലേക്ക് കലർന്ന് ആ തുപ്പല് കലർന്ന വായു നമ്മൾ ശ്വസിക്കുന്ന വഴി നമ്മളിലേക്ക് കിട്ടും. അങ്ങനെ പേടിക്കേണ്ട കുഴപ്പമോ ഇല്ല, ഞാൻ പരിശോധിച്ചിരിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പേടിയാവും. അതുകൊണ്ടാണ്. എന്നിരുന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കും. പരിശോധന നടത്തുന്നത് വളരെ അത്യാവശ്യം. ഞങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ അസുഖം ഉണ്ടെന്ന് തീർക്കാനല്ല, ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധന നമ്മൾ നടത്താം. അപ്പോൾ നമുക്ക് നല്ലോണം കഫക്കെട്ടുള്ള സമയത്ത് നമുക്ക് അതിനൊരു ചാൻസ് ആയിട്ട് നമ്മൾ കണക്കിലാക്കാൻ ചെയ്യാം. കഫക്കെട്ടുള്ള സമയത്ത് നമ്മൾ കുറിച്ച് അത് പരിശോധിക്കും. നേരെ മറ്റൊരാൾക്ക് ഒരു ഉമിനീര് തുപ്പൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തുപ്പലിൽ ഇത് കണക്കില്ല. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വായുവിലൂടെ പകരുന്ന ഈ അസുഖം ഒരുതരം ബാക്ടീരിയ മൂലമുണ്ടാകുന്നതാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് മരുന്നുണ്ട്. ഈ മരുന്ന് എന്ന് പറഞ്ഞാൽ 6 മാസം തുടർച്ചയായിട്ട് കഴിക്കേണ്ട ഒരു മരുന്നാണ്. ആ മരുന്ന് കഴിച്ചാൽ നുള്ളി എടുക്കുന്ന പോലെ നമുക്ക് ആ അസുഖത്തെ മാറ്റി പുറത്തേക്ക് എടുക്കാം. മനസ്സിലായി? അപ്പോൾ അത് പിന്നെ ഈ മരുന്ന് കഴിക്കുന്ന ഘട്ടത്തിൽ അവരുടെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അസുഖം ഇല്ല എന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അവർക്ക് സംരക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മരുന്നും കൊടുക്കുന്നുണ്ട്. JPHന്മാരായ മനില, ശൈലജ, ശ്രീലത, MLSP സജിന, പ്രിയ രാജേഷ്, KM ഗംഗാധരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.